പശ്ചിമബംഗാളിൽ സന്ദേശ് ഖാലി വിഷയം വീണ്ടും കത്തുന്നു. തൃണമൂൽ നേതാക്കൾക്കെതിരായ ബലാത്സംഗ പരാതി പിൻവലിക്കുന്നതായി യുവതികൾ. ബിജെപി നേതാക്കൾ നിർബന്ധപൂർവ്വം ബലാത്സംഗ പരാതി എഴുതി നൽകിയെന്നാണ് യുവതികളുടെ വെളിപ്പെടുത്തൽ. സന്ദേശ് ഖാലി രാഷ്ട്രീയ ആയുധമാക്കിയ ബിജെപിക്കും നരേന്ദ്രമോദിക്കും തിരിച്ചടി നൽകുന്നതാണ് പുതിയ സംഭവ വികാസങ്ങൾ. ബംഗാളിൽ ബിജെപിയുടെയും മോദിയുടെയും വലിയ രാഷ്ട്രീയ പ്രചരണ വിഷയമായിരുന്നു സന്ദേശ് ഖാലി കൂട്ടബലാത്സംഗം. എന്നാൽ മൂന്നാംഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായതിനു പിന്നാലെ സന്ദേശ് ഖാലി മറ്റൊരു ട്വിസ്റ്റിലേക്ക് നീങ്ങുകയാണ്. തങ്ങൾ ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടില്ലെന്നും പരാതി ബിജെപി പ്രവർത്തകർ നിർബന്ധിച്ച് നൽകിയതാണെന്നുമാണ് സന്ദേശ് ഖാലിയിലെ പരാതിക്കാരായ യുവതികളുടെ വെളിപ്പെടുത്തൽ. പരാതിക്കാരായ 3 പേരിൽ 2 സ്ത്രീകൾ ബിജെപിയെ പ്രതിക്കൂട്ടിൽ നിർത്തി ബലാത്സംഗ പരാതി പിൻവലിക്കുകയും ചെയ്തു. ശൂന്യമായ വെള്ളപ്പേപ്പറിൽ ബിജെപി പ്രവർത്തകർ ഒപ്പിടിക്കുകയും പിന്നീട് ബലാത്സംഗ പരാതി അവർ സ്വയം എഴുതി ചേർക്കുകയും ചെയ്തു എന്നാണ് യുവതികളുടെ വെളിപ്പെടുത്തൽ. പ്രാദേശിക തൃണമൂൽ നേതാക്കൾ ബലാത്സംഗം ചെയ്തതായി ആരോപിക്കുന്ന സ്ത്രീകളുടെ പട്ടികയിൽ തങ്ങളും ഉണ്ടെന്ന് പിന്നീടാണ് അറിഞ്ഞതെന്നും യുവതികൾ പറയുന്നു. ദേശീയ വനിതാ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് തങ്ങളെ വെള്ളക്കടലാസിൽ ഒപ്പിടാൻ പ്രേരിപ്പിച്ചതെന്ന് ബലാത്സംഗ പരാതി നൽകിയ സന്ദേശ് ഖാലി സ്ത്രീകൾ പറയുന്നു. TMC നേതാക്കൾക്കെതിരായ പരാതി പിൻവലിക്കാൻ തീരുമാനിച്ചതിനെ തുടർന്ന് ഭീഷണിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി യുവതികൾ പോലീസിൽ മറ്റൊരു പുതിയ പരാതി നൽകി. സന്ദേശ് ഖാലി വിഷയത്തിൽ രാഷ്ട്രീയ നേട്ടം പ്രതീക്ഷിച്ച നരേന്ദ്രമോദിയും പലതവണ തെരഞ്ഞെടുപ്പ് റാലികളിൽ പരാമർശിച്ചിരുന്നു. BJP ദേശീയ വനിതാ നേതാക്കൾ നിരവധി തവണയാണ് സന്ദേശ് ഖാലിയിൽ എത്തിയത്. എന്നാൽ സ്ത്രീകളുടെ വെളിപ്പെടുത്തലോടെ BJPയുടെ തിരക്കഥയാണ് സന്ദേശ് ഖാലി കൂട്ടബലാത്സംഗ പരാതി എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. കൈരളി ന്യൂസ്, ദില്ലി.